ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോൾ നമ്മൾ ഒന്ന് അമ്പലത്തിലേക്കൊക്കെ പോവാണ്. അവർ കയറി വണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഞാനത് ചെന്ന് ഇൻട്രോ എടുത്തിട്ട് പോകാൻ വെച്ചാൽ അമ്പലത്തിലും ധ്യാനത്തിന് സ്കൂൾ തുറക്കുന്നതിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ടൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങിയിട്ട് വന്നെന്ന്. അപ്പം അവനെ ഒന്ന് പൂട്ടിക്കിടന്ന് ബഹളം ഗേറ്റ് പൂട്ടിയിട്ട് നമ്മൾ പോകും. ഞാൻ വരുമ്പോൾ മുറ്റത്ത് എവിടെയെങ്കിലും അപ്പിയിട്ട് വയ്ക്കുമോ? ലിയോയ്ക്ക് അടിയാണ് കേട്ടല്ലയോ. അവിടെ ഇരുന്നോ, ഇരിക്കവിടെ. അവിടെ ഇരിക്കോട്ടെ. ചെറിയ ഇറങ്ങി വരുള്ളൂ, അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ ബാക്കിൽ ഇറങ്ങി ഗേറ്റ് പൂട്ടി ശേഷമേ വിളിക്കുള്ളൂ. അപ്പോഴേ അവൻ ഇറങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയ കമ്പുണ്ട്, കമ്പിൽ നിൽക്കുള്ളൂ. അന്നിടത്ത് വണ്ടി ഇറക്കിയില്ല. നമ്മുടെ ഇവിടെ പനേറ തന്നെയുള്ള ക്ഷേത്രമാണ്. ഞാൻ ഇതുവരും പോയിട്ടില്ല. ഇവിടെ ഒരാൾ പണ്ടേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ചരട് ജപിക്കാനൊക്കെ കണക്കാക്കിയാണ് പോയത്. പക്ഷേ 6 മണിക്ക് ശേഷം ചരട് ജപിക്കുന്നത് അങ്ങനെ നടന്നില്ല. നാളെ ഇനി വേറെ അമ്പലത്തിൽ പോയി ജപിക്കണം. അപ്പോൾ അത് നല്ല ഏരിയ ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നല്ല കുറേ ഏരിയ ഉണ്ട് അമ്പലം. കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ വന്നു. മൊത്തം കാവിന് ഒരു സൈഡ് മൊത്തം കാവാണ് കേട്ടോ. ഒരു സൈഡ് മൊത്തം നല്ല കണ്ടോ, റൈറ്റ് സൈഡിൽ മൊത്തം കാവാണ്. അപ്പം നല്ല പച്ചപ്പും പാടവും ഒക്കെ ആയിട്ട് നല്ല നല്ല സ്ഥലം. ആദ്യമായിട്ടാണ് ഞങ്ങളവിടെ പോകുന്നത്. കുറേ ഉണ്ട് കേട്ടോ സ്ഥലങ്ങൾ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇതിന് കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് അവിടെ. കുറേ നേരം പോയിരുന്നപ്പോൾ നല്ല സമയം പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഒരാൾ വീഡിയോ ഫുള്ള് കവർ ചെയ്ത് എടുത്തു തരാമെന്ന് പറഞ്ഞാൽ എടുത്താണ്. ഇതാണ് ഫുള്ള് വലിയൊരു അമ്പലം. ഇവിടെ നമ്മുടെ എന്താ ശാർക്കര അമ്പലത്തിൽ നടക്കുന്ന പോലെ കാളികൂട്ടൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. വലിയ അമ്പലമാണ്. പോരുട്ടക്കാവ് എന്നങ്ങനെ പറയുന്നത്. രാവിലെ ഒരു മഴയായിരുന്നു. പക്ഷെ നല്ല മഴ കോളിരുട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ നിന്നില്ല, ലേറ്റ് ആക്കണം വെച്ചിട്ട് പോയി. അപ്പുറത്ത് ചെല്ല് തുറന്നു തരൂ. തുറന്നു പറഞ്ഞു ബാ, കേറാ ബാ. എന്ത് ചെറുക്കനാണോ എന്തോ ശാന്തായി ശാന്ത. അതാ കണ്ടോ, മഴ വിട്ടൊരു കളിയില്ല കുറേ നാളുകൊണ്ട്. രാവിലെ നല്ല കോളും കാര്യങ്ങളൊക്കെ കണ്ടു, മഴ പെയ്തില്ല. പക്ഷെ ഇതാ ഇപ്പോഴത്തെ കോള് കണ്ടപ്പോഴും വേച്ച് പെയ്യുന്നു. കറക്റ്റ് ഞെക്കാട കഴിഞ്ഞ കല്ലമ്പലം സൈഡായപ്പോൾ മഴ തുടങ്ങി. അതായത് ധ്യാനൂസിൻ്റെ അപ്പൂപ്പൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ധ്യാനൂന് പിന്നെ അങ്ങ് അപ്പൂപ്പൻ്റെ അടുത്ത് പോയി ബക്കറ്റൊക്കെ കഴിച്ച് ഇറങ്ങാൻ പറ്റും. പോണ പോക്ക് കണ്ട കൊടയും കുത്തി കുത്തി എന്ത് ഉത്സാഹമാണെന്ന് അറിയാമോ. അങ്ങിത്താ, അത് കയ്യിലിരിക്കുന്ന മൊത്തം താ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു. ഞാനതിന് വീഡിയോ എടുത്ത് കൊടുത്തതാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. എനിക്ക് അകത്ത് കിച്ചണിൽ പ്രവേശിക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഫോട്ടോഗ്രാഫി ഒഴിവാക്കിയിട്ട് നമുക്ക് കയറാമെന്നൊക്കെ ഒരു പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് KFCയിൽ. ഇപ്പോൾ എന്ത് ചിരിയാളായി ചിരിക്കുന്നത് നമുക്ക് ഞാൻ ചോദിച്ചാണ്. അപ്പോൾ ജസ്റ്റ് വീഡിയോസ് ചെയ്തപ്പോൾ കണ്ടോ ഒരാളുണ്ടോ കാറ്റടിക്കുന്ന കണ്ടോ. സെൻട്രലൈസ്ഡ് AC എവിടെ ഉണ്ടോ അവിടെയൊക്കെ നിന്നോളൂ. വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ചേട്ടാ എവിടെ AC ഉണ്ടോ, ഈ കറങ്ങുന്നില്ലേ, കാറ്റ് വരുന്നില്ലല്ലോ എന്ന് മേലോട്ട് നോക്കുക. AC അത്ര തണുപ്പ് വരാം, എന്നാൽ കുറച്ചേരം ഇരിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഭയങ്കര ഇതുണ്ടായിരുന്നു മറ്റേ എന്താ ഈച്ച ശരിയാണ്. അടുത്ത അച്ഛൻ്റെ സൈഡ് മറിയുമ്പോൾ മോമ്പ് കാറ്റുള്ള രണ്ടുപേർക്കും വിയർപ്പിൻ്റെ അസുഖമുള്ള കൂട്ടത്തിലാണ്. അത് മേലോട്ടാണ് പോകുന്നത്, താഴോട്ട് വരുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ സാധനം കിട്ടി. ഒരു ബർഗർ വാങ്ങിയത് അമ്മയ്ക്കാണ്. അപ്പോൾ അമ്മയ്ക്കൊരു ബർഗർ, ബാക്കി നമുക്കെല്ലാവർക്കും ചിക്കൻ സ്ട്രിപ്സ്, ചിക്കൻ പീസ്. അപ്പോൾ അതൊക്കെ നമ്മൾ തട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോയി അമ്മയ്ക്ക് ബർഗർ ഹാൻഡ് ഓവർ ചെയ്യണം. കണ്ടാ തീർന്ന് ഒരു അംഗം കഴിഞ്ഞ് ലാസ്റ്റ് അംഗം നടന്നുകൊണ്ടിരിക്കുന്നു ധ്യാനൂസിൻ്റെ. ഒന്നും ആയില്ല, അവൻ ബർഗറിൽ ചുറ്റിപ്പറ്റി അടങ്ങിയാണ്. അപ്പോൾ അതാ നമ്മൾ വീട്ടിൻ്റെ അവിടെ തയ്യാറായി. മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പർപ്പിൾ ഷോപ്പ്, വല്യപ്പയുടെ വീട്, അണ്ണൻ്റെ ബസ് കപ്പാസിറ്റി. ഞങ്ങളിതാ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വീട് കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. തണ്ണിമത്തനാണ് നോക്കൂ, മഞ്ഞ തണ്ണിമത്തൻ. സംഭവം പിടിച്ചതാ, ഇത്രയേ ഉള്ളൂ. പേരയ്ക്കത് ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല മധുരം കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി യാത്രയില്ല എന്ന് പറഞ്ഞ ആശ്രമമാകി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. വീട്ടിലല്ലേ രാജകുമാരിക്ക് കുറച്ച് സാധനങ്ങൾ. ഹലോ, ഞങ്ങൾ വീട്ടിലെത്തി കൂട്ടുകാരിയെന്ന്. നമ്മൾ രാജകുമാരിക്കാരുടെ വീഡിയോ കിടക്കുമെന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല. ധ്യാനൂസിന് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് രാത്രിയായി, ഒരു 9 മണിയായി ഇല്ല നമ്മളവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവർ അടയ്ക്കാനൊക്കെ ആയിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. കുറച്ച് വാങ്ങിച്ച് സാധനങ്ങളൊക്കെ
അവിടെ ധ്യാനസിൻ്റെ ബുക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങി, നോട്ട്സൊക്കെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഇനി ബൈൻഡ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ രാവിലെ ഓഫീസ് ചെയ്യുന്ന സമയത്ത് രാജകുമാരി മീനിട്ടിരുന്നു. അപ്പോൾ ഞാനത് മീനെടുത്ത് വയ്ക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും. ഇപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ഒരാൾ കൊഞ്ച് വേണം കൊണ്ട് കൊഞ്ച് കൂടെ പറഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലീനാക്കി അത് തന്നു. അതിൻ്റെ തല സെപ്പറേറ്റ് തന്നു. എന്നിട്ട് കൊഞ്ച് ക്ലീനാക്കി തല സെപ്പറേറ്റ് തന്നു. പക്ഷെ ഞങ്ങൾ കൊഞ്ച് ക്ലീൻ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ക്ലീൻ ചെയ്തിട്ട് തന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോത്തെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇലക്ഷൻ ഇവിടെ കഴിഞ്ഞ് 4ാം തീയതി റിസൾട്ട് പറഞ്ഞാ. അച്ഛൻ മന്ത്രി. ജോലി ഇല്ലെങ്കിലും ഇങ്ങനെ ഇരുന്നോളും കണ്ട. കാണാം കൂട്ടുകാരെ. അടുത്തത് സപ്പോർട്ടർ ധ്യാനം. എന്നെ അച്ഛൻ ഗെയിം കണ്ട് നശിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞത്? എന്തിനാ പറഞ്ഞ എന്നെ ഇപ്പൊ ഗെയിം കാണാൻ പോലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ അച്ഛന് പോയിട്ട് ഗെയിം കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കൂട്ടുകാരെ. പാവം കൊച്ചിനെ ഗെയിം കാണാൻ സമ്മതിച്ചത്. ഞാനിവിടെ പോയി കസര എടുത്തോണ്ട് അപ്പുറത്ത് പോയിരുന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്നുമില്ല. ഇതെന്നാലും ഇവനിപ്പോ ഗെയിം കാണിച്ചു കൊടുക്കൂലേ എന്ന് പറഞ്ഞു. അത് മാത്രം നോട്ട് വെച്ചു എന്ന് പറഞ്ഞു. ചോദിക്കണ അവസാനം വീഡിയോ ഒക്കെ ടീച്ചർമാർ കാണും. അപ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇതൊരു സ്വരൂപം എന്നറിയാമോ ഗെയിം കളിക്കാൻ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ അടുത്ത് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.